ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ 2023 കുറച്ച് കറണ്ട് അഫെയറുകളാണ് നോക്കുന്നത്. നമ്മൾ ടോപ്പിക് വൈസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സാമൂഹ്യ ശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്റ്റുകളും ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ റിവർ ക്രൂയിസ് അത് MV ഗംഗാവിലാസ് ആയിരുന്നു. 2023 ഒരു കറണ്ട് അഫെയർ ആണ്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ റിവർ ക്രൂയിസ് MV ഗംഗാവിലാസ് ആയിരുന്നു. അതുപോലെ ഇന്ത്യയിൽ ചരക്ക് നീക്കത്തിനായി ആദ്യമായി വിമാന സർവീസ് ആരംഭിച്ച കൊമേഴ്സ്യൽ സ്ഥാപനം എന്ന് പറയുന്നത് ആമസോൺ ആണ്. അപ്പോൾ ഇന്ത്യയിൽ ചരക്ക് നീക്കത്തിനായിട്ട് വിമാന സർവീസ് ആദ്യമായിട്ട് ആരംഭിച്ച സ്ഥാപനം എന്ന് പറയുന്നത് ആമസോൺ ആണ്. അതുപോലെ 15ാമത് ബ്രിക്സ് ഉച്ചകോടി 2023 നടന്നത്. അതിൻ്റെ വേദി ദർബൻ ആയിരുന്നു. സൗത്ത് ആഫ്രിക്കയിലെ ദർബനിലാണ് 15ാമത് ബ്രിക്സ് ഉച്ചകോടി നടന്നത്. ഇനി രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ ആകാശപാത 2023 നിലവിൽ വന്നത് അരൂരാണ്. രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ ആകാശപാത നിലവിൽ വന്നത് അരൂരാണ്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ റിവർ ക്രൂയിസ് MV ഗംഗാവിലാസ് ആണ്. ഇന്ത്യയിൽ ചരക്ക് നീക്കത്തിനായി ആദ്യമായി വിമാന സർവീസ് ആരംഭിച്ച കൊമേഴ്സ്യൽ സ്ഥാപനം ആമസോൺ ആണ്. 2023 15ാമത് ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി ദർബൻ ആയിരുന്നു. സൗത്ത് ആഫ്രിക്കയിലെ ദർബൻ. രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ ആകാശപാത നിലവിൽ വന്നത് അരൂരാണ് 2023. ഇനി മുഴുവൻ ഗോത്രവർഗ്ഗക്കാർക്കും ആവശ്യമായിട്ടുള്ള രേഖകൾ ഉറപ്പാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല വയനാട് ആയിരുന്നു. അപ്പോൾ മുഴുവൻ ഗോത്രവർഗ്ഗക്കാർക്കും 2023 ആവശ്യമായിട്ടുള്ള രേഖകളൊക്കെ ഉറപ്പാക്കിയ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ജില്ലയായിരുന്നു വയനാട് ജില്ല. ഇനി 2023 റിപ്പബ്ലിക് ദിനാഘോഷത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാല പുരസ്കാരം നേടിയ മലയാളി വിദ്യാർത്ഥി ആദിത്യ സുരേഷ് ആയിരുന്നു. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ റിപ്പബ്ലിക് ദിനാഘോഷത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നൽകുന്ന രാഷ്ട്രീയ ബാല പുരസ്കാരം നേടിയ മലയാളി വിദ്യാർത്ഥി ആദിത്യ സുരേഷാണ്. പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാല പുരസ്കാരം 2023 നേടിയത് ആദിത്യ സുരേഷാണ്. ഇനി 2023 റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് കേരളം അവതരിപ്പിച്ച പ്ലോട്ടിൻ്റെ തീം നാരി ശക്തിയായിരുന്നു. 2023 റിപ്പബ്ലിക് ദിനത്തിൽ കേരളം അവതരിപ്പിച്ച പ്ലോട്ടിൻ്റെ തീം നാരി ശക്തിയായിരുന്നു. അപ്പോൾ മുഴുവൻ ഗോത്രവർഗ്ഗക്കാർക്കും ആവശ്യമായിട്ടുള്ള രേഖകൾ ഉറപ്പാക്കി ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ജില്ല വയനാട് ജില്ലയായിരുന്നു. 2023 റിപ്പബ്ലിക് ദിനാഘോഷത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാല പുരസ്കാരം നേടിയ മലയാളി വിദ്യാർത്ഥി ആദിത്യ സുരേഷാണ്. 2023 റിപ്പബ്ലിക് ദിന പരേഡിൽ കേരളം അവതരിപ്പിച്ച പ്ലോട്ടിൻ്റെ തീം നാരി ശക്തി എന്നുള്ളതായിരുന്നു. ഇനി ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധഭൂമിയായ സിയാച്ചിനിൽ നിയമിക്കപ്പെട്ട ആദ്യ വനിതാ ഓഫീസർ, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്, ക്യാപ്റ്റൻ ശിവ ചൗഹാനാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധഭൂമിയാണ് സിയാച്ചിൻ. അവിടെ നിയമിക്കപ്പെട്ട ആദ്യത്തെ വനിതാ ഓഫീസറാണ് ക്യാപ്റ്റൻ ശിവ ചൗഹാൻ. അതുപോലെ 2023 ഭൂമി ഇടിഞ്ഞു താഴ്ന്ന ഉത്തരാഖണ്ഡിലെ നഗരമാണ് ജോഷിമഠ്. അപ്പോൾ 2023 ഭൂമി ഇടിഞ്ഞു താഴ്ന്ന ഉത്തരാഖണ്ഡിലെ നഗരമാണ് ജോഷിമഠ്. ജോഷിമഠ് ഉത്തരാഖണ്ഡിലെ ഒരു നഗരമാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധഭൂമിയായ സിയാച്ചിനിൽ നിയമിക്കപ്പെട്ട ആദ്യത്തെ വനിതാ ഓഫീസറുടെ പേര് ഓർത്തിരിക്കുക, ക്യാപ്റ്റൻ ശിവ ചൗഹാനാണ്. അതുപോലെ 2023 ഭൂമി ഇടിഞ്ഞു താഴ്ന്ന ഉത്തരാഖണ്ഡിലെ നഗരമാണ് ജോഷിമഠ്. ഇനി രാജ്യത്ത് ആദ്യമായി പ്രാദേശിക ഭാഷയിൽ ഉത്തരവുകൾ ലഭ്യമാക്കിയ ഹൈക്കോടതി നമ്മുടെ കേരള ഹൈക്കോടതിയാണ്. പ്രധാനപ്പെട്ട ഒരു ഫാക്റ്റാണ്. രാജ്യത്ത് ആദ്യമായി പ്രാദേശിക ഭാഷയിൽ ഉത്തരവുകൾ ലഭ്യമാക്കിയ ഹൈക്കോടതി നമ്മുടെ കേരള ഹൈക്കോടതിയാണ്. അതുപോലെ സംസ്ഥാന ഉത്തരവാദിത്ത ടൂറിസം മിഷന്റെ നേതൃത്വത്തിൽ 2023 ആഗോള ഉത്തരവാദിത്ത ടൂറിസം ഉച്ചകോടി നടന്നത് കുമരകമാണ്. കോട്ടയം ജില്ലയിലെ കുമരകത്താണ്. അപ്പോൾ രാജ്യത്ത് ആദ്യമായിട്ട് പ്രാദേശിക ഭാഷയിൽ ഉത്തരവുകൾ ലഭ്യമാക്കിയ ഹൈക്കോടതി കേരള ഹൈക്കോടതിയാണ്. സംസ്ഥാന ഉത്തരവാദിത്ത ടൂറിസം മിഷന്റെ നേതൃത്വത്തിൽ 2023 ആഗോള ഉത്തരവാദിത്ത ടൂറിസം ഉച്ചകോടിക്ക് വേദിയായത് കുമരകമാണ്. ആഗോള ഉത്തരവാദിത്ത ടൂറിസം ഉച്ചകോടി അത് 2023 വേദിയായത് കുമരകമാണ്. ഇന്ത്യയിൽ ആദ്യമായി കടലിൽ കാറ്റാടിപ്പാടം ഒരുക്കി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പദ്ധതി ആരംഭിച്ചത് വിഴിഞ്ഞത്താണ്. തിരുവനന്തപുരം വിഴിഞ്ഞത്താണ് ഇന്ത്യയിൽ ആദ്യമായി കടലിൽ കാറ്റാടിപ്പാടം ഒരുക്കി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പദ്ധതി ആരംഭിച്ചത് വിഴിഞ്ഞത്താണ്. സംസ്ഥാനത്ത് റേഷൻ കാർഡുകൾ ആധാറുമായി പൂർണ്ണമായി ബന്ധിപ്പിച്ച ആദ്യത്തെ ജില്ല മലപ്പുറം ജില്ലയായിരുന്നു. സംസ്ഥാനത്ത് റേഷൻ കാർഡുകൾ ആധാറുമായി പൂർണ്ണമായും ബന്ധിപ്പിച്ച ആദ്യത്തെ ജില്ല മലപ്പുറം ജില്ലയായിരുന്നു. അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്റ്റാണ്. 2023 രാജ്യസഭ നിയന്ത്രിച്ച ആദ്യത്തെ നോമിനേറ്റഡ് അംഗം PT ഉഷയാണ്. മലയാളിയായ ഒളിമ്പ്യനായ PT ഉഷയാണ് 2023 രാജ്യസഭ നിയന്ത്രിച്ച ആദ്യ നോമിനേറ്റഡ് അംഗം PT ഉഷയാണ്. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി കടലിൽ കാറ്റാടിപ്പാടം ഒരുക്കി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പദ്ധതി ആരംഭിച്ചത് വിഴിഞ്ഞത്താണ്. സംസ്ഥാനത്ത് റേഷൻ കാർഡുകൾ ആധാറുമായി പൂർണ്ണമായി ബന്ധിപ്പിച്ച ആദ്യത്തെ ജില്ല മലപ്പുറം ജില്ലയാണ്. 2023 രാജ്യസഭ നിയന്ത്രിച്ച ആദ്യത്തെ നോമിനേറ്റഡ് അംഗം PT ഉഷയാണ്.
ഇനി KR നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പുതിയ ചെയർമാനായി 2023 നിയമിതനായത് സയ്യിദ് അക്തർ മിർസയാണ്. KR നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പുതിയ ചെയർമാനായി 2023 നിയമിതനായത് സയ്യിദ് അക്തർ മിർസയാണ്. അപ്പോൾ അടൂർ ഗോപാലകൃഷ്ണൻ രാജിവെച്ചതിനെ തുടർന്നാണ് സയ്യിദ് അക്തർ മിർസ ഈ ഒരു ചുമതലയിലേക്ക് എത്തിയത്. അപ്പോൾ കോട്ടയം ജില്ലയിലാണ് ഈ KR നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പുതിയ ചെയർമാനായിട്ട് 2023 നിയമിതനായത് സയ്യിദ് അക്തർ മിർസയാണ്. ഇനി ആദിവാസി വിഭാഗത്തിലെ ഭിന്നശേഷിക്കാരുടെ ജീവിത നിലവാരം ഉയർത്താൻ സംസ്ഥാന പട്ടികവർഗ വികസന വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കാറ്റാടി. അപ്പോൾ ആദിവാസി വിഭാഗത്തിലെ ഭിന്നശേഷിക്കാരുടെ ജീവിത നിലവാരം ഉയർത്തുവാൻ സംസ്ഥാന പട്ടികവർഗ വികസന വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കാറ്റാടി പദ്ധതി. അപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട ഒരു ഫാക്റ്റാണ് പറഞ്ഞത്. KR നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പുതിയ ചെയർമാനായി 2023 നിയമിതനായത് സയ്യിദ് അക്തർ മിർസയാണ്. അതുപോലെ ആദിവാസി വിഭാഗത്തിലെ ഭിന്നശേഷിക്കാരുടെ ജീവിത നിലവാരം ഉയർത്തുവാൻ സംസ്ഥാന പട്ടികവർഗ വികസന വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കാറ്റാടി പദ്ധതി. ഇനി ഓട്ടോറിക്ഷയിൽ വീട്ടുപടിക്കൽ റേഷൻ വിഹിതം എത്തിക്കുന്ന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിൻ്റെ പദ്ധതിയാണ് ഒപ്പം. അപ്പോൾ ഓട്ടോറിക്ഷയിൽ വീട്ടുപടിക്കൽ റേഷൻ വിഹിതം എത്തിക്കുന്ന പൊതുവിതരണ വകുപ്പിൻ്റെ പദ്ധതിയാണ് ഒപ്പം. ഇനി നാവികരുടെ എവറസ്റ്റ് എന്നറിയപ്പെടുന്ന ചിലിയിലെ കേപ്പ് ഹോൺ മുനമ്പ് വലം വെച്ച മലയാളി നാവികനാണ് അഭിലാഷ് ടോമി. നാവികരുടെ എവറസ്റ്റ് എന്നറിയപ്പെടുന്നതാണ് ചിലിയിലെ കേപ്പ് ഹോൺ മുനമ്പ്. അത് വലം വെച്ച മലയാളി നാവികനാണ് അഭിലാഷ് ടോമി. അപ്പോൾ ഓട്ടോറിക്ഷയിൽ വീട്ടുപടിക്കൽ റേഷൻ വിഹിതം എത്തിക്കുന്ന പൊതുവിതരണ വകുപ്പിൻ്റെ പദ്ധതിയാണ് ഒപ്പം. അതുപോലെ ഓർത്തിരിക്കേണ്ട ഒരു ഫാക്റ്റാണ്, നാവികരുടെ എവറസ്റ്റ് എന്നറിയപ്പെടുന്ന ചിലിയിലെ കേപ്പ് ഹോൺ മുനമ്പ് വലം വെച്ച മലയാളി നാവികൻ എന്ന് പറയുന്നത് അഭിലാഷ് ടോമിയാണ്. ഇനി 2023 മികച്ച പാർലമെൻറ്റേറിയനുള്ള സൻസദ് പുരസ്കാരം നേടിയ മലയാളിയായ രാജ്യസഭാംഗം ജോൺ ബ്രിട്ടാസാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്ട് തന്നെയാണ്. 2023 മികച്ച പാർലമെൻറ്റേറിയനുള്ള സൻസദ് പുരസ്കാരം നേടിയ മലയാളിയായ രാജ്യസഭാംഗം ജോൺ ബ്രിട്ടാസാണ്. എല്ലാവർക്കും നേത്ര ആരോഗ്യം ലക്ഷ്യമിട്ട് സംസ്ഥാനത്തെ മുഴുവൻ കുടുംബങ്ങളെയും കാഴ്ച പരിശോധനയ്ക്ക് വിധേയമാക്കുന്ന പദ്ധതിയാണ് നേർക്കാഴ്ച. വളരെ പ്രധാനപ്പെട്ടതാണ്. എല്ലാവർക്കും നേത്ര ആരോഗ്യം ലക്ഷ്യമിട്ട് സംസ്ഥാനത്തെ മുഴുവൻ കുടുംബങ്ങളെയും കാഴ്ച പരിശോധനയ്ക്ക് വിധേയമാക്കുന്ന പദ്ധതിയാണ് നേർക്കാഴ്ച. അപ്പോൾ 2023 മികച്ച പാർലമെൻറ്റേറിയനുള്ള സൻസദ് പുരസ്കാരം നേടിയ മലയാളിയായ രാജ്യസഭാംഗമാണ് ജോൺ ബ്രിട്ടാസ്. എല്ലാവർക്കും നേത്ര ആരോഗ്യം എന്ന ലക്ഷ്യമിട്ട് സംസ്ഥാനത്തെ മുഴുവൻ കുടുംബങ്ങളെയും കാഴ്ച പരിശോധനയ്ക്ക് വിധേയമാക്കുന്ന പദ്ധതിയായിരുന്നു നേർക്കാഴ്ച പദ്ധതി. ഇനി പുസ്തക രൂപത്തിലുള്ള 2023 കേരള ബഡ്ജറ്റ് പ്രസംഗത്തിൻ്റെ മുഖചിത്രമായ ശില്പമാണ് ബേർഡ് ഇൻ സ്പേസ്. പുസ്തക രൂപത്തിലുള്ള 2023 കേരള ബഡ്ജറ്റ് പ്രസംഗത്തിൻ്റെ മുഖചിത്രമായ ശില്പമാണ് ബേർഡ് ഇൻ സ്പേസ്. പുസ്തക രൂപത്തിലുള്ള 2023 കേരള ബഡ്ജറ്റിൻ്റെ പ്രസംഗത്തിൻ്റെ മുഖചിത്രമായ ശില്പമാണ് ബേർഡ് ഇൻ സ്പേസ്. സാമൂഹിക നീതി വകുപ്പിൻ്റെ സഹകരണത്തോടെ നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ ഭിന്നശേഷി കലോത്സവമാണ് സമ്മോഹൻ. സാമൂഹിക നീതി വകുപ്പിൻ്റെ സഹകരണത്തോടുകൂടി നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ ഭിന്നശേഷി കലോത്സവമാണ് സമ്മോഹൻ. അപ്പോൾ പുസ്തക രൂപത്തിലുള്ള 2023 കേരള ബഡ്ജറ്റ് പ്രസംഗത്തിൻ്റെ മുഖചിത്രമായ ശില്പമാണ് ബേർഡ് ഇൻ സ്പേസ്. അതുപോലെ സാമൂഹിക നീതി വകുപ്പിൻ്റെ സഹകരണത്തോടുകൂടി നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ ഭിന്നശേഷി കലോത്സവത്തിൻ്റെ പേരാണ് സമ്മോഹൻ. അപ്പോൾ നമ്മൾ മുമ്പേ പറഞ്ഞ KR നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലെ തെക്കുംതലയാണ്. അതുകൂടെ ഒന്ന് ഓർത്തിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ബാക്കി കാര്യങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്